ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻജോയബിൾ. എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റൂല. എനിക്ക് ഹിന്ദിയിൽ ഒരു പദ്യം പഠിക്കാൻ എനിക്ക് ഡിഫിക്കൽട്ടാ, എനിക്കറിയില്ല ഒരു പദ്യം. പക്ഷേ ഞാൻ ഹിന്ദി പാട്ടുകൾ പാടും, എനിക്കതിന്റെ മീനിങ് ഒന്നും അറിയില്ല. ദിൽബർ തുജേ മിൽനെ കോ എന്താണ് സാധനം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ സോങ് പാടാൻ പറ്റും. കാരണം എന്താ, ഞാനത് എൻജോയ് ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ എന്താണ്, ലേണിംഗ് ഡിഫിക്കൽട്ട് ആണ്, അതൊരു എൻജോയബിൾ ടാസ്ക് അല്ല. ഹൗ മെനി ഓഫ് യു ക്യാൻ റിയലി കണക്ട് ടു ദിസ്? യാ, വെരി ഗുഡ്. സോ ദ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടൂ മച്ച് ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയം, ആൾമോസ്റ്റ് 8 മണിക്കൂർ അല്ലെങ്കിൽ 7 പീരീഡ് 8 പീരീഡ് ഉണ്ടാവുക സ്കൂളിലും കോളേജിലും. 8 മണിക്കൂർ നമ്മൾ കോളേജിലോ സ്കൂളിലോ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷേ ട്യൂഷൻ ഉണ്ടാവും. ഈ ട്യൂഷൻ കഴിഞ്ഞ് പിന്നെ വീണ്ടും പോയാൽ വീണ്ടും ഹോംവർക്ക് ഉണ്ടാവും. യെസ് ഓർ നോ? ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. യെസ് ഓർ നോ? ഹൗ മെനി ഓഫ് യു ക്യാൻ റിലേറ്റ് ടു ദിസ്? സേ ഐ. വൺ മോർ ടൈം. സേ ഐ. സേ ഐ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ദ തേർഡ് വൺ ഈസ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. ഇങ്ങനെയൊക്കെ തലകുത്തി പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന്. How many of you can relate to that? അല്ലേ? എസ്പെഷ്യലി എക്സാം ഹാളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫുൾ എസ്സേ പഠിച്ചിട്ടുണ്ടാവും, അതിലേതെങ്കിലും ഒരു ടെക്നിക്കൽ വേർഡിന്റെ അപ്പുറം ഇപ്പുറം കിട്ടൂല. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. സോ ഇതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഉള്ള 3 ചലഞ്ചുകൾ. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഹാക്കേഴ്സായ ആളുകൾ എപ്പോഴും ചിന്തിക്കുക, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അയ്യോ എന്തോ ഒരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം അതിനെങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഹൗ ടു സോൾവ് ഇറ്റ്. സോ ഹൗ ടു ഹാക്ക് ദാറ്റ് പ്രോബ്ലം. ഈ മെമ്മറിനെ പഠനം എൻജോയബിൾ ആക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കുന്നതിനെ, ടൈം കുറച്ച് സമയം പഠിക്കുന്നതിന്, ഇതിനെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. So if you want to hack your memory,